എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നമ്മുടെ ഗുരുവായൂർ കൃഷ്ണൻ്റെ വേറൊരു പാട്ടാണ് പാടുന്നത്. അപ്പോൾ പാട്ട് പാടുന്നതിന് മുന്നേ നമ്മൾ ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ നോർമലി എല്ലാവരും ഒരു 5-6 മണിക്കൂറൊക്കെ ക്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ ഗുരുവായൂരിന് നമ്മൾ കണ്ണനെ കാണുക. അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പല ചിന്തകളുണ്ടാകും. നമ്മൾ ഇന്ന് ഇത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പറയണം, ഇങ്ങനെ പല സങ്കടങ്ങളും നമ്മൾ ഉള്ളിൽ ഒതുക്കിയിട്ടായിരിക്കും കയറുക. പക്ഷേങ്കിൽ നമ്മൾ ആ ക്യൂവിലൊക്കെ നിന്ന് നമ്മൾ ശ്രീകോവിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഉള്ളൊരു അനുഭവമാണ്. പിന്നെ നമുക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല. പിന്നെ നമ്മളങ്ങ് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും നമ്മൾ ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും നമ്മളെ മനസ്സിലേക്ക് അങ്ങ് വരില്ല. പിന്നെ അവിടെ എത്തി കണ്ണനെ കണ്ട് കണ്ണനെ ഒന്ന് നോക്കുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് മാറും. അപ്പം നമ്മൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരും വരും. അപ്പം പൊതുവെ പറയുന്നതെങ്കിൽ സങ്കട കണ്ണീരായിട്ടല്ല, അത് നമ്മൾ കണ്ണനെ കാണുമ്പോഴുള്ള ആനന്ദ കണ്ണീരാണ്. അപ്പം അതിൻ്റെ ഒരു പാട്ടും കൂടിയാണ് ഇപ്പോൾ പാടുന്നത്. എന്തുകൊണ്ടറിവീല കണ്ണാ നിൻ മുന്നിലെൻ കണ്ണു നിറഞ്ഞു പോയി. എന്തുകൊണ്ടറിവീല കണ്ണാ നിൻ മുന്നിലെൻ കണ്ണു നിറഞ്ഞു പോയി. ദുരിതങ്ങളോർത്തുള്ള കണ്ണുനീരും നിന്റെ ചിരി മുമ്പിൽ ചിരി തൂകി മാഞ്ഞു പോയി. സുഹൃതമെന്നോർത്തു മറഞ്ഞു പോയി. എന്തുകൊണ്ടറിവീല കണ്ണാ നിൻ മുന്നിലെൻ കണ്ണു നിറഞ്ഞു പോയി. അവതാരമായിരമാടുമ്പോഴും ഗുരുവായൂരിൽ നീയുണ്ണിയല്ലേ. അവതാരമായിരമാടുമ്പോഴും ഗുരുവായൂരിൽ നീയുണ്ണിയല്ലേ. നവനവ ഭാവങ്ങളണിയുമ്പോഴും നവനീതം കവരുന്ന കണ്ണനല്ലേ. പരിഭവം പറയുവാൻ വന്നു നിന്റെ ചിരിയിൽ ഞാനെല്ലാം മറന്നു. എന്തുകൊണ്ടറിവീല കണ്ണാ നിൻ മുന്നിലെൻ കണ്ണു നിറഞ്ഞു പോയി. കരമേകി അവിടുന്നു ഭാരമേൽക്കും, കൈവിടും പോലെ നീ മാറി നിൽക്കും. കരമേറി അവിടുന്നു ഭാരമേൽക്കും, കൈവിടും പോലെ നീ മാറി നിൽക്കും. അറിയാതെയെല്ലാം കവർന്നു വയ്ക്കും, അറിയാതെയെല്ലാം കവർന്നു വയ്ക്കും. അവസാനം ചിരിയോടെ ദാനമേകും. പരിഭവം പറയുവാൻ വന്നു നിന്റെ ചിരിയിൽ ഞാനെല്ലാം മറന്നു. എന്തുകൊണ്ടറിവീല കണ്ണാ നിൻ മുന്നിൽ